എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള സർക്കുലർ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് hsk.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ സ്കൂൾ വഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പല ജില്ലകളിലും സ്കൂൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വഴി അപേക്ഷ നൽകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hsk.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സർക്കുലർ പരിശോധിക്കാം. സർക്കുലർ പ്രകാരം വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നോക്കിയ ശേഷം എങ്ങനെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ +1 ജില്ലാനന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള വേക്കൻസി പ്രസിദ്ധീകരണം, അതുപോലെ തന്നെ അപേക്ഷ നൽകൽ എന്നിവ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമുള്ള വേക്കൻസി ജില്ലാനന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ, അതായത് നിങ്ങൾക്ക് കോഴ്സ് മാറാം, സ്കൂൾ മാറാം, അതുപോലെ മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്ക് കോഴ്സോ മറ്റൊരു ജില്ലയിലേക്ക് മാറാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ജൂലൈ 30 ഉച്ചയ്ക്ക് 2 മണിക്ക് വേക്കൻസി പ്രസിദ്ധീകരിക്കും. hsk വെബ്സൈറ്റിൽ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇതുവരെ ഏകജാല സംവിധാനത്തിൽ, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ SWS അഡ്മിഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് കോട്ടയിലോ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് കോട്ടയിലോ പ്രവേശനം കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്നാം ഓപ്ഷനിലാണ് പ്രവേശനം നേടിയിട്ടുള്ളത് എങ്കിൽ പോലും, അതായത് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് എങ്കിൽ പോലും ട്രാൻസ്ഫറിന് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അധിക സീറ്റ് സൃഷ്ടിച്ച് പ്രവേശനം നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് വിഭിന്നശേഷി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിൽ അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ഒരു ജില്ലയിൽ പ്രവേശനം നേടിയ ശേഷം TC വാങ്ങി മറ്റൊരു ജില്ലയിൽ പോയവർക്ക് തിരിച്ച് അതേ ജില്ലയിലേക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാൻ സാധിക്കുന്നതല്ല. ജില്ലയ്ക്കകത്തോ മറ്റ് ജില്ലയിലേക്കോ സ്കൂൾ മാറ്റത്തിനോ കോമ്പിനേഷൻ മാറ്റത്തോടെയുള്ള സ്കൂൾ മാറ്റത്തിനോ കാൻഡിഡേറ്റ് ലോഗിനിലെ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിലൂടെ 2024 ജൂലൈ 30 ഉച്ചയ്ക്ക് 3 മണി മുതൽ ജൂലൈ 31 വൈകുന്നേരം 4 മണി വരെ അപേക്ഷ നൽകാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടിയ സ്കൂളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ അതേ കോമ്പിനേഷനിലേക്കോ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ അപേക്ഷ നൽകാം. മാറ്റം ആവശ്യപ്പെടുന്ന സ്കൂളുകൾ വിദ്യാർത്ഥികൾക്ക്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ അപേക്ഷ നൽകാം. അത് മറ്റൊരു ജില്ലയിലേക്കും ഇതിൽ ഓപ്ഷൻ നൽകാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് തന്നെയാണ് നൽകേണ്ടത്. അതുപോലെ തന്നെ മാറ്റം ആവശ്യപ്പെടുന്ന സ്കൂളോ കോമ്പിനേഷനോ വിദ്യാർത്ഥി ആദ്യം സമർപ്പിച്ച അപേക്ഷയിൽ ഓപ്ഷനായിട്ട് ആവശ്യപ്പെട്ടിരിക്കണം എന്നില്ല. ഒന്നിലധികം സ്കൂളുകളിലേക്ക് കോമ്പിനേഷനുകളിലേക്ക് മാറ്റത്തിനായിട്ട് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. മുൻഗണനാ ക്രമത്തിലാണ് ഓപ്ഷൻ നൽകേണ്ടത്. മുൻഗണനാ ക്രമം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്ന കോഴ്സുകൾ മാത്രമേ ഓപ്ഷൻ നൽകാവൂ. അതിൽ തന്നെ കൂടുതൽ താല്പര്യമുള്ള ഓപ്ഷൻ 1, 2 ഈ ഒരു രീതിയിൽ ആദ്യം നൽകുകയും ചെയ്യേണ്ടതാണ്. മാറ്റം ലഭിച്ചാൽ പ്രവേശനം നേടാൻ താല്പര്യമുള്ള സ്കൂളുകളും കോമ്പിനേഷനുകളും മാത്രം വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ആയിട്ട് നൽകുക. ഓപ്ഷനായിട്ട് നൽകുന്ന സ്കൂൾ കോഡ് അതുപോലെ തന്നെ കോഴ്സ് കോഡ് എന്നിവയിൽ തെറ്റ് വരാതെ അതീവ ശ്രദ്ധ നൽകേണ്ടതാണ്. ഇത് പല വിദ്യാർത്ഥികൾക്കും തെറ്റ് വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത്. സ്കൂൾ മാറ്റം ലഭിച്ചാൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പുതിയ സ്കൂളിലേക്ക് മാറണം. പ്രസിദ്ധീകരിക്കുന്ന ഒഴിവുകൾ കൂടാതെ സ്കൂൾ കോമ്പിനേഷൻ മാറ്റങ്ങൾ കാരണമുണ്ടാകുന്ന ഒഴിവിലേക്കും വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകിയിട്ടുള്ള പക്ഷം മാറ്റം അനുവദിക്കും. അതുകൊണ്ട് തന്നെ മാറ്റം ആഗ്രഹിക്കുന്ന വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് കൂടി ഒഴിവില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. പ്രസ്തുത സ്കൂളിൽ നിന്നും ഏതെങ്കിലും വിദ്യാർത്ഥി സ്കൂൾ മാറ്റത്തിലൂടെ പോകുന്ന ഒഴിവ് വന്നാൽ ആ ഒരു ഒഴിവിലേക്ക് മുകളിൽ സൂചിപ്പിച്ച പ്രകാരം അപേക്ഷ പരിഗണിക്കും. കാൻഡിഡേറ്റ് ലോഗിനിലെ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ദൃശ്യമാകുന്ന ഓപ്ഷനുകൾ ചേർക്കാനുള്ള ബോക്സിൽ വിദ്യാർത്ഥി മാറ്റത്തിനായിട്ട് ഉദ്ദേശിക്കുന്ന സ്കൂളും കോമ്പിനേഷനും മുൻഗണനാ ക്രമത്തിൽ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ജില്ലയ്ക്ക് പുറമേയും അപേക്ഷിക്കാമെന്നതിനാൽ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓപ്ഷനുകൾ, സ്കൂളിൻ്റെ പേര്, കോഴ്സ് എന്നിവ ഒരിക്കൽ കൂടി പരിശോധിച്ച് ഉറപ്പാക്കിയിട്ട് വേണം നിങ്ങൾ കൺഫർമേഷൻ നടത്തേണ്ടത്. സ്കൂൾ ട്രാൻസ്ഫർ കോമ്പിനേഷൻ ട്രാൻസ്ഫറും ഒരുമിച്ചാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാനന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനായിട്ടുള്ള ഓപ്പൺ വേക്കൻസി വിവരങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസിദ്ധീകരിക്കും. സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനായിട്ടുള്ള അപേക്ഷകൾ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ ജൂലൈ 30 ഉച്ചയ്ക്ക് 3 മണി മുതൽ ജൂലൈ 31 ഉച്ചയ്ക്ക് 4 മണി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.